നമസ്കാരം. കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുക എന്നത് ഏത് രാജ്യത്തും നടപ്പാക്കുന്ന കാര്യമാണ്. കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് നൽകുന്ന ശിക്ഷയും വ്യത്യാസപ്പെട്ട് നിൽക്കും. വധശിക്ഷയാണ് ഏത് രാജ്യവും നൽകുന്ന പരമാവധി ശിക്ഷ. എന്നാൽ വധശിക്ഷയെ മാറ്റി നിർത്തിയാൽ ഏതായിരിക്കും ഏറ്റവും ക്രൂരമായത്? ഏത് രാജ്യമായിരിക്കും അത്തരത്തിൽ ഏറ്റവും ക്രൂരമായി ശിക്ഷ നടപ്പാക്കുക? അതിനുള്ള ഉത്തരം ഇറാൻ എന്നാണ്. ലോകത്തെ ഏറ്റവും ക്രൂരമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്ന രാജ്യം ഇറാനാണ്. എല്ലാ വർഷവും ഏറ്റവും അധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യങ്ങളിൽ ഇറാൻ മുൻപന്തിയിലാണ്. ഏറ്റവും ഒടുവിലായി കവർച്ച കേസിൽ ശിക്ഷ ലഭിച്ച 3 പേരുടെ കൈവിരലുകൾ വെട്ടിമാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. പശ്ചിമ അസർബൈജാൻ പ്രവിശ്യയിലെ ഉറുമിഹ് സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഹാദി റോസ്തമി, മെഹ്ദി ഷർഫിയാൻ, മഹദി ഷാഹിവന്ത് എന്നിവരെയാണ് ശിക്ഷാ നടപടിക്ക് വിധേയരാക്കുന്നത്. ഈ മാസം 11-നാണ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നത്. 2017 ഓഗസ്റ്റിലാണ് ഇവരെ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. 2019-ലാണ് ഇവർക്ക് ശിക്ഷ വിധിക്കുന്നത്. ഇവർ ഓരോരുത്തരുടെയും വലത് കൈയിലെ 4 വിരലുകൾ പൂർണ്ണമായി മുറിച്ചു മാറ്റാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരെ ഹാജരാക്കാൻ അനുവാദം നൽകിയിരുന്നില്ല എന്നതും മറ്റൊരു വസ്തുത. ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചാണ് കുറ്റം സമ്മതിപ്പിച്ചതെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. ഇവരെ മർദ്ദിച്ചതിന് പുറമെ ചാട്ടവാർ കൊണ്ട് അടിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പരമാവധി ക്രൂരത തന്നെ ഈ പ്രതികളോട് ഇവർ ചെയ്തു. ഇവരിൽ ഒരാളുടെ കൈ മർദ്ദനത്തിൽ ഒടിഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് നേരെയുണ്ടായ മനുഷ്യത്വരഹിതമായ പ്രവർത്തികളിൽ പ്രതിഷേധിച്ച് ഇവർ ജയിലിൽ നിരാഹാര സമരം നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവരിൽ റോസ്റ്റാമി എന്ന പ്രതിയെ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന കുറ്റത്തിന് 60 ചാട്ടവാറടിയും നൽകിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച ഇയാൾ 2021 ഫെബ്രുവരിയിൽ നിരാഹാര സമരവും നടത്തിയിരുന്നു. തുടർന്ന് റോസ്താമി പലതവണ ആത്മഹത്യാ ശ്രമവും നടത്തിയിരുന്നു. റോസ്റ്റാമിയാണ് പ്രതികളുടെ വിരലുകൾ മുറിച്ചു മാറ്റുന്നതിനെതിരെ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംഘടനകൾക്ക് കത്തയച്ചത്. കഴിഞ്ഞ വർഷം നവംബറിൽ ശിക്ഷയ്ക്ക് വിധേയരായ 3 പേരും അവരുടെ വിഷമങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു കത്തെഴുതിയിരുന്നു. സ്വന്തം ശിക്ഷ നടപ്പാക്കുന്നതിനായി ആശങ്കയോടെ കാത്തിരിക്കുന്ന തങ്ങൾക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിയുന്നില്ലെന്ന് ഈ കത്തിൽ ഇവർ വ്യക്തമാക്കുന്നു. ഈ പേടി സ്വപ്നം അവസാനിപ്പിക്കാൻ എല്ലാവരും സഹായിക്കണം എന്നായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. വിരൽ മുറിച്ചു മാറ്റില്ലെന്ന ക്രൂരമായ ശിക്ഷ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ശിക്ഷാ നിയമപ്രകാരം അനുവദനീയമാണ്. എന്നാൽ മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെ ശക്തമായി എതിർക്കുന്നു. ആംനസ്റ്റിയുടെ മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക ഡെപ്യൂട്ടി ഡയറക്ടർ സാറ ഹാഷഷ് ചൂണ്ടിക്കാട്ടുന്നത് അവയവങ്ങൾ ഛേദിക്കുന്നത് പീഡനമാണെന്നാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഇതൊരു കുറ്റകൃത്യമാണെന്നും മനുഷ്യന്റെ അന്തസ്സിന് നേരെയുള്ള കടുത്തതും വെറുപ്പുളവാക്കുന്നതുമായ ആക്രമണമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ക്രൂരവും മനുഷ്യത്വരഹിതവുമായി ഇത്തരം ശിക്ഷാ നടപടികൾ ഇറാൻ അടിയന്തരമായി നിർത്തിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ അതിന് ശരീഅത്ത് നിയമപ്രകാരം വിരൽ മുറിച്ചു മാറ്റൽ അനുവദനീയമാണ് എന്നതാണ് ഇതിനുള്ള വാദം. ഇത്തരം ശിക്ഷകൾ നടപ്പിലാക്കുമ്പോൾ വലത് കൈയിലെ 4 വിരലുകൾ മുറിച്ചു മാറ്റുന്നതിനാൽ കൈപ്പത്തിയും തള്ളവിരലും മാത്രമേ അവശേഷിക്കുകയുള്ളൂ. 2000 ജനുവരി മുതൽ ഇറാനിയൻ അധികാരികൾ കുറഞ്ഞത് 131 പുരുഷന്മാരുടെ വിരലുകൾ ഇത്തരത്തിൽ മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് കണക്ക്. ഈയിടെ ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഈ വർഷം മാത്രം 633 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത്.